ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ ഇന്നത്തെ മൊഡ്യൂളാണ് നോക്കുന്നത് ഓഫ് ബോഹോ പെയിൻറ്റിങ് സിംഗിൾ ടോൺ കളേഴ്സിൽ. അതായത് ദർ വിൽ ബി വൺ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദർ വിൽ ബി വൺ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു കളർ. സോ ഒരു സിംഗിൾ കളർ തീം ബേസ്. നമ്മൾ ഇത്രയും കാലം മൾട്ടി കളേഴ്സൊക്കെ ചെയ്തത്. ഇന്ന് നമ്മൾ സിംഗിൾ കളേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. So for that I usually have my palette, my brush, my water and everything. So I'm just gonna do the outline first. ഞാൻ എൻ്റെ ബ്രഷ് ഒന്ന് നനച്ചിട്ട് ഇങ്ങോട്ട് ഇത് കളർ ഓറഞ്ച് എടുത്തിട്ടോ. എന്നിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് ഇഫ് യു ക്യാൻ സീ ഇറ്റ്, എൻ്റെ പേജ് ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് മൈ ക്യാമറ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ റൈറ്റ് നൗ. എൻ്റെ പാലറ്റിൻ്റെ എൻ്റെ ബുക്കിൻ്റെ ഈ ഒരു ടോൺ കണ്ടോ, ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഇതിന് ഇങ്ങനെ മുകളിലോട്ട് ഇത്രയും ഭാഗം എനിക്ക് ഈ ഒരു കളർ വരും. ആൻഡ് ദെൻ ഇങ്ങനെ ഇവിടെ വരണം. ആൻഡ് ഇത്രയും പാർട്ട് ഒരു ഇതിൽ നമുക്ക് ഒരേ കളേഴ്സാണ് കൊടുക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫില്ല് ചെയ്യും. ചെറിയ ഭാഗം മുതൽ ഫില്ല് ചെയ്ത് തുടങ്ങാം. So I'm just gonna fill from this one. Okay, ഇതിവിടം വരെ ഉള്ളൂ. മുകളിൽ പേജിൻ്റെ ആ ഒരു ഇൻഡെക്സ് പോലത്തെ ഇതാണ്. നമ്മൾ ലാസ്റ്റ് ഡേ ദോസ് ഹു ഹാവ് അറ്റൻഡഡ് ദ ലൈവ് സെഷൻ ഞാൻ അവർക്ക് ബ്രഷ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ടെക്നിക്ക് വെച്ചിട്ടാണ് ഇനി ഫില്ല് ചെയ്യുക. വേണോട്ട് അങ്ങനെ എങ്ങനെയും പെയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് ഒരു പോയിൻ്റിൽ നിന്ന് പെയിൻറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വരും. ആൻഡ് ആ സെഷൻ ഒന്നുകൂടെ നെക്സ്റ്റ് ലൈവ് സെഷനിൽ എല്ലാം ഒന്ന് പറഞ്ഞു പോകും. സോ കേൾക്കാത്തവർക്ക്, അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഫില്ലിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടതെല്ലാം ഫില്ലായി കിട്ടും. ആയില്ലേ? ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കൊടുക്കുക. അല്ല, the second biggest. കണ്ടോ? സോ ഐ ഹവ് ഡൺ വിത്ത് ദി സെക്കൻഡ് വൺ. ഇനി നമുക്ക് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ലോങ്ഗസ്റ്റ് പാർട്ട് ആണ് ചെയ്യാനുള്ളത്. എൻ്റെ വാട്ടർ കളർ കേക്ക്സിൽ പ്രസ് ചെയ്തു. ആൻഡ് ഇത് ഞാൻ താഴെ നിന്നാണ് കേട്ടോ കൊടുക്കുന്നത്. താഴെ നിന്ന് കൊടുക്കുമ്പോഴും സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്.
ഇനി വെള്ളം തൊട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ സിക്സാക്ക് പോലെ ചെയ്ത് കൊടുക്കുന്നത് ഈവൻ ടോണായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്ററാണ്, ഇവിടെ കുറച്ച് ഡാർക്കറാണ്, അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിൽ ചെയ്തതിന് ശേഷം ഇത് വാട്ടർ കളറിൽ മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാ ഫില്ലിംഗ് ടെക്നിക്ക്, ഏത് പെയിൻറ്റ് യൂസ് ചെയ്താലും ഫില്ലിംഗ് ടെക്നിക്കിൽ കറക്റ്റായി ഫില്ലായി വരും. ഈവൻ യു ആർ യൂസിങ് പെൻസിൽസോ കളർ പെൻസിൽസോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ വാട്ടർ കളർ ആയതുകൊണ്ട് നമ്മുടെ ആ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് ഷെയ്ഡ് വരിക. അപ്പം ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും പാച്ചപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് നമുക്ക് വേണ്ട കളർ. കണ്ടോ? റൈറ്റ് നൗ വി ഹവ് ഗോട്ട് എക്സാക്ട്ലി വാട്ട് വി നീഡ്. സിൻസ് ഇതെല്ലാം ഏകദേശം ഉണങ്ങിയ സ്ഥിതിക്ക് ഇനിയാണ് നമ്മൾ അതിൻ്റെ ലീഫും കാര്യങ്ങളും കൊടുക്കാൻ പോകുന്നത്. So let me just take, ഞാൻ എൻ്റെ അത് പാലറ്റ് എടുത്തു ആൻഡ് ഇതിൽ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ വരയ്ക്കുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ യു കെൻ യൂസ് മാർക്കേഴ്സ്, ജെൽ പെൻസ്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ മൂന്ന് സൈഡിൽ നിന്നാണ് മൂന്ന് സൈഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഷേപ്സ് വരുന്നത്. അതേപോലെ തന്നെ മൂന്ന് സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതേ ബ്രഷ് വെച്ചിട്ട് ഞാൻ പതുക്കെ ഇത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഷേപ്പിൽ, ഈ ഒരു ഷേപ്പിലുള്ള ഒരു ലീഫ് ഇവിടെ നിന്നും കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. ഇതേപോലെ ഈ സൈഡിൽ നിന്നും കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. ബ്രഷ് ഒന്ന് മാറ്റുന്നുണ്ട്, കുറച്ചുകൂടെ തിന്നായിട്ടുള്ള ബ്രഷ് ആക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി ഞാൻ ഇപ്പുറത്ത് വരുന്ന ബ്രഷിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. സോറി, ബ്രഷിൻ്റെ അല്ല, ലീഫിൻ്റെ ഷേപ്പ്. കണ്ടോ? ഇനി ഇപ്പുറത്തും ഏകദേശം ഇതേപോലെ തന്നെ ഒരു സിക്സാക്ക് ഷേപ്സ് വരുന്ന ബ്രഷസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് ഞാൻ വാട്ടർ കളറിൻ്റെ പാലറ്റിൻ്റെ കൂടെ വരുന്ന ബ്രഷ്, ആ ബ്രഷിന് വെച്ചിട്ട് ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല? ഇനി ഇതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും, ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതൊരു ചെറിയ ഫയലുണ്ട് കൊടുത്തു. ഇവിടെ 3 എണ്ണേ വരുള്ളൂ കേട്ടോ ഇതിനകത്ത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു 5 വരെ ടോട്ടലി ഇങ്ങനെ ഉണ്ടാവും നമുക്ക് എല്ലാം കൂടെ. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫില്ലിങ്സിന് നമ്മൾ യൂഷ്വലി ഇതിൽ യൂസ് ചെയ്യുന്ന കളറ് ഗ്രീനാണ്. അപ്പോൾ ഓറഞ്ചും ഗ്രീനും തന്നെയാണ് മേജർ കളറ്. ബ്ലാക്ക് കണക്കാക്കരുത്, കാരണം ബ്ലാക്ക് ഇസ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കളറായിരുന്നു. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നതാണ്. So do not bother about black being used in the painting. Okay, നമുക്കിപ്പോൾ മേജറായിട്ട് വരുന്ന കളേഴ്സ് ഗ്രീനും ഓറഞ്ചും മാത്രമാണ്. ഓക്കെ, ഇനി ഞാൻ ഗ്രീൻ എടുത്തിട്ട് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത്. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. ഇത് ഫില്ല് ചെയ്യുമ്പോൾ റിമെമ്പർ ഈ ബ്ലാക്കിന് അത് ഓവർ ഷാഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിൽ ഇത്തിരി വെള്ളം ഡിപ്പ് ചെയ്തു.
ബാക്കിലത്തെ ഓറഞ്ച് ഉണങ്ങിയതിന് ശേഷമേ ഗ്രീന് ബ്ലാക്കും ഒക്കെ കൊടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തൊരു ബോറ് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ പതുക്കെ പയ്യെ ചെയ്താൽ മതി. ആദ്യം ഓറഞ്ച് ഉണങ്ങിയതും ഉറപ്പ് വരുത്തുക. ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കൊണ്ട് ലീഫിൻ്റെ ഔട്ട്ലൈൻ ഇടുക. എന്നിട്ട് യു ക്യാൻ ഡു അതും ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഈ ഫില്ലിങ്സ് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അത് അപ്പുറത്തെ കളേഴ്സ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി എല്ലാം കൂടെ മിക്സ് ആവും. അപ്പോൾ റെഡിഷ് ടോണൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാ ഇപ്പോൾ ഗ്രീന് നമുക്ക് ഫുള്ളായി ഫില്ലായി. ഇനി നമുക്ക് മുകളിലത്തെ സെക്ഷനിലേക്ക് പോകാം. ഈ സൈഡും കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പുറത്തെ ലാസ്റ്റ് വണ്ണുള്ളത്. ആദ്യം ഇങ്ങനെ പതുക്കെ ബോർഡർ ഇട്ട് കൊടുക്കുക. ഈ ബ്ലാക്കിൻ്റെ സൈഡിലൂടെ. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വളരെ ഏർലി മോർണിംഗിലാണ്, അതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് യൂസിങ് എ ലോ വോയിസ്, ഒരുപാട് ഒച്ചയിൽ സംസാരിക്കാത്തത്. സോ പ്ലീസ് എക്സ്ക്യൂസ്. നമ്മൾ ബോർഡേഴ്സ് ഫില്ല് ചെയ്തതിന് ശേഷം വേണം ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുക. ഓൾറൈറ്റ്, നമുക്ക് ലാസ്റ്റ് 2 ലീഫും കൂടെ ഉള്ളൂ. ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇന്നത്തെ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ്സ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിംഗിൾ ടോൺസ്, അതായത് ലീഫിനാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിനാണെങ്കിലും ഓരോ സിംഗിൾ കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് സിംഗിൾ ടോൺ വരുന്നത്. ദിസ് ഇസ് ഹൗ ആ പെയിൻറ്റിങ് ഇസ് ഗോണ ലുക്ക്. താങ്ക് യു ഗൈസ്.